ചീഞ്ഞ മുട്ട എറിയല്ലേ. ഓ തടുക്കൂ എറിയല്ലേ. ഞാനിത് പെർഫ്യൂമാണ്, ഇത് പെർഫ്യൂമാ, റഷ്യയിൽ നിന്ന് വാങ്ങിയ പുതിയ പെർഫ്യൂമാ. നീ വിചാരിക്കുന്ന പോലെ ഞാൻ പെർഫ്യൂം അടിച്ചപ്പോ പാട്ട് പാടിയെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് പാട്ട് പാടാനായിട്ട് പാടിയതല്ല. നീ എന്നെ ചീഞ്ഞ മുട്ട എറിയല്ലേ. നാട്ടുകാരി ഓടി വരൂ, ഇവൻ ചീഞ്ഞ മുട്ട എറിയുന്നു ജോലിക്ക് പോവാൻ സമ്മതിക്കാതെ. ഞാൻ മാറി നിൽക്കൂ, എന്നെ എറിയാതാ. ഞാനിതിനല്ല, ഇതെന്റെ പെർഫ്യൂമല്ല, പെർഫ്യൂമാ. ഞാൻ അത് അടിച്ചപ്പോൾ ഞാൻ പാട്ട് പാടിക്കുന്നുണ്ട്, നല്ല മണമാണ്, മണത്തിന് വേണ്ടി അടിച്ചതാ. ഇനിയിപ്പൊ ഞാനെയാ വിളിക്കേണ്ടത്? കർത്താവേ, ഞാൻ ഇരുന്നോട്ടെ, എന്നെ രക്ഷിക്കൂ. ഇവൻ എന്നെ ജോലിക്ക് വിടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. രണ്ടൊന്ന് വച്ചോട്ട്, കാരണം ഇവനെ ജോലിക്ക് വിടാൻ സമ്മതിക്കില്ല. കർത്താവേ, ഞാനത് നാഷണൽ ആന്തം അല്ല പാടിയത്, നിന്റെ പാട്ടെന്ന് വെച്ച് ഞാൻ മൂളിപ്പാട്ട് പാടിയതാ. അത് മലയാളം പാട്ടാ. എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല, ലാംഗ്വേജ് മനസ്സിലാകുന്നില്ല. നീ പറയുന്ന ഏത് ലാംഗ്വേജാ? ഏതാ? എന്നെ അടിക്കല്ലേ, എന്നെ ഉപദ്രവിക്കല്ലേ. ഞാനൊന്ന് ചോദിക്കുന്ന ബാഗ് എടുത്തോട്ടെ. ബാഗ് എടുക്കാമോ? പോട്ടെ, ഞാൻ ചോദിക്കും. എറിയല്ലേ, തടുക്കട്ടെ, എറിയല്ലേ, ഉപദ്രവിക്കാതെ. അയ്യോ.